ദൃശ്യം 1ഉം 2ഉം സൂപ്പർ ഹിറ്റായ അതേ ലെവലിൽ ദൃശ്യം 3 അങ്ങനെ കാണരുത്. ദൃശ്യം 1ഉം 2ഉം വേറെ ലീഗ്, ദൃശ്യം 3 വേറൊരു ലീഗ്. അതാണ് സത്യം. എന്താ വെച്ചാൽ ദൃശ്യം 1ഉം 2ഉം ത്രില്ലർ മൂവി, നമ്മളെ എല്ലാ സീനും നമ്മളെ ട്വിസ്റ്റ് അടിപ്പിച്ച് നമ്മളെ പിടിച്ചെടുത്തുന്ന മൂവി. പക്ഷെ ദൃശ്യം 3 അങ്ങനെയല്ല. ദൃശ്യം 3 അത്ര മോശമൊന്നുമല്ല, ഒരിക്കലും മോശം പടം എന്ന് പറയാൻ അതെ, മോശം പടം ഞങ്ങൾ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും വരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അത് ദൃശ്യം 1ഉം 2ഉം കണ്ട് നമ്മൾ ചെല്ലുമ്പോൾ എന്താണെങ്കിലും നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. ദൃശ്യം 3 എന്ന് പറയുമ്പോൾ ആ ഒരു ത്രില്ലിങ്ങും ആ ഒരു എൻഗേജ്മെന്റും ഒന്നും നമുക്ക് ഇത് കിട്ടിയിട്ടില്ല. ഒരിക്കലും ഒരു മോശം പടം എന്നല്ല, പക്ഷെ ദൃശ്യം ഫ്രാഞ്ചൈസിൽ വരുമ്പോൾ ദൃശ്യം 3 ഭയങ്കരമായിട്ട് താണുപോയി. കാരണം ഓക്കെ, ഡയറക്ടർ പറഞ്ഞായിരുന്നു ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് വരാൻ പാടില്ല, എമോഷണൽ ഡ്രാമയാണ്. പക്ഷെ എന്നാലും എത്രയൊക്കെ ഇമോഷണൽ ഡ്രാമ എന്ന് പറഞ്ഞാലും ഫാമിലി ഓഡിയൻസിനെ എയിം ചെയ്തിട്ടാന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ചൊക്കെ ത്രില്ലറും കുറച്ച് അതും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, ട്വിസ്റ്റും. കാരണം ദൃശ്യം 2ഉം 1ഉം ഒക്കെ എൻഡ് ചെയ്തത് അങ്ങനെയാണ്. അത് ഒരു പീക്ക് ലെവൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിൽ എൻഡ് ചെയ്ത ഒരു സാധനത്തിന്റെ തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതാണ്. പക്ഷെ ഇതിന്റെ ഇന്റർവെൽ പോർഷൻ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റും. അത് സൂപ്പർ ആയിരുന്നു. ഇന്റർവെല്ലിൽ ആ ഒരു പോയിന്റ് നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്താം. അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും സെക്കൻഡ് ഹാഫില് അതായിരിക്കും ഇതായിരിക്കും എന്ന്. പക്ഷെ ട്വിസ്റ്റുകൾ വരുന്നുണ്ട്. ട്വിസ്റ്റ് വരുന്നതാണെങ്കിൽ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ട്വിസ്റ്റ് ഉണ്ടാക്കിയ പോലെയാണ് നമുക്ക് ഫീൽ ആവുന്നത്. അത് നമുക്ക് ഫീൽ ആകുന്ന അങ്ങനെ. കാരണം 1ലും 2ലും നമ്മൾ കണ്ടിരിക്കുന്ന അങ്ങനെയല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് അതല്ല. ഒരിക്കലും എക്സ്പെക്ടേഷൻ വെച്ചോണ്ട് പോയി അത് കാണാൻ പാടില്ല. ഒരിക്കലും മോഹൻലാലിന്റെ അഭിനയം മോശമാണെന്നോ ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ മോശമാണെന്നോ അല്ല പറയുന്നത്. ചിലർക്കൊക്കെ വർക്ക് ആയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്കത് വർക്ക് ആയിട്ടില്ല. ഞങ്ങൾക്ക് വർക്കായില്ല, ഞങ്ങളത് തുറന്നു പറഞ്ഞു. ഞങ്ങൾ ഒരു 3-4 പേര് കൂടെയിട്ട് ഫസ്റ്റ് ഷോ കാണാനാണ് പോയത്. ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം ഞാൻ ഇപ്പോഴും എത്ര പ്രാവശ്യം ദൃശ്യം 1ഉം 2ഉം ഇരുന്ന് കാണാം, അത്ര എനിക്ക് ഇഷ്ടമുള്ള പടം. പക്ഷെ ആ ഒരു ഇതിൽ എനിക്ക് ദൃശ്യം 3 വന്നില്ലേ, ദൃശ്യം 1ന്റെയും 2ന്റെയും ആ ഒരു ഇമ്പാക്ട് ഇതിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ആരും കാണാതിരിക്കുക, എല്ലാവരും പോയി കാണണം. കാരണം ഞങ്ങൾക്ക് വർക്ക് ആയതുപോലെ ആവില്ല, മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാമായിരിക്കും. നമ്മൾ ഒരു പീക്ക് ലെവലിൽ എത്തിയിരിക്കുക. അതിന്റെ അടുത്ത പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ മുകളിലാണ് എപ്പോഴും പ്രതീക്ഷിക്കുക. എത്ര ഡയറക്ടർ ഒരുപാട് എക്സ്പെക്ടേഷൻ വേണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ ഒരു ഫ്രാഞ്ചൈസി ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണല്ലോ. നിങ്ങളാണെങ്കിൽ ഫസ്റ്റ് ആ ഒരു ആവേശത്തോടെ പോയത്. കാരണം നമുക്കറിയാലോ ദൃശ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും മനസ്സിൽ ഒരു ത്രില്ലിങ്, ഒരു ഭയങ്കര ഒരു ട്വിസ്റ്റ്, ആ ഒരു ഇമേജ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. അപ്പൊ അങ്ങനെ പോയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇതൊരിക്കലും ഒരു നെഗറ്റീവ് റിവ്യൂ അല്ല, പക്ഷെ ഇതൊരു ഹോണസ്റ്റ് റിവ്യൂ ആണ്. അത് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ആയത്.